പിള്ളേർക്ക് ഗേൾഫ്രണ്ടിന് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ അറിഞ്ഞു. ലാസ്റ്റ് ഞാൻ ഒരു ഗേൾഫ്രണ്ടുമായി പോകും. ഗുണാക്കേവിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് അന്വേഷിച്ചാണത്. പോന്തി ഗ്രാമത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും സമയം കുറയും രാത്രിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് ഒന്ന് ചില്ലാവും. ചായ കുടിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ ചായ ഇഷ്ടമല്ലാത്ത ഒരേ ഒരാളതാ. പുള്ളിക്കാരത്തി ഒന്നും കഴിക്കില്ല. പെപ്സി കോക്ക് ഇതൊക്കെ കുറച്ച് കുടിക്കുള്ളൂ, അധികം കഴിക്കില്ല. അത് പുറകെ ഉള്ളവര് ആ കുപ്പി കൊണ്ടുവന്ന് ഇതാ പറയുമ്പോ കാര്യം ഞാൻ കുറച്ചേ കുടിക്കുള്ളൂ. അല്ല 2 ലിറ്റർ കൊണ്ടുവന്നെങ്കിൽ അപ്പൊ തന്നെ കാര്യം ഞാൻ ഇത്തിരി കുടിക്കാറുള്ളൂ. ഒരബദ്ധം പറ്റി. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ഒക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ ക്യാപ്പച്ചിനോയും എക്സ്പ്രസ്സും ഒക്കെ ഉള്ളൂ. ടീ കോഫി ഇന്ത്യൻ ഒന്നുമില്ല, ഓൺലി വെസ്റ്റേൺ ഫുഡ്സേ ഉള്ളൂ. ഞങ്ങൾക്ക് വരെ ഇന്ത്യൻ ആണെങ്കിൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളിത് പോന്നു. അവിടെ ഒന്നുമില്ല, അവിടെ ക്യാപ്പച്ചിനോയിലും എക്സ്പ്രസ്സും മാത്രമേ ഉള്ളൂ. ചാണകം കൗഡങ്ക് ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ട നല്ല രസമല്ലേ നോക്കി. ഇത് ഭംഗിയാ നോക്കി. ഇത് പോണ്ടിക്ക് പോണ സ്ഥലം. നമ്മള് പോണ്ടി അങ്ങോട്ട് പോവാം, പക്ഷെ ഇന്ന് നടക്കില്ല. നാളെ നമ്മൾ പോണ്ടിയിലേക്ക്. അതെ, ഇന്നിപ്പോ നമുക്ക് നേരെ കൊടൈക്കനാൽ സിറ്റിയൊക്കെ ഒന്ന് കണ്ട് നേരെ ഇന്നലത്തെ പോലെ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് പതിയെ റൂമിലേക്ക് എല്ലാം. പക്ഷെ നേരത്തെ റൂമിൽ എത്തിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം, കൈയും കാലൊക്കെ മരയിച്ചു. അപ്പൊ ഞങ്ങള് ചായ കിട്ടാത്തതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി കൊടൈക്കനാൽ സിറ്റി അങ്ങ് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. കൊറേ കണ്ട നല്ലതാണ് വേണ്ട. അതെ ചൂടിക്കണ്ട ബാക്കി ചൂടാണ് തണുപ്പാണോന്ന് സ്റ്റാച്ചു പോലെ അപ്പൂസിന്റെ അവസ്ഥ എന്താ? ചൂടിക്കണ്ട. അപ്പൊ നമ്മളങ്ങനെ സിറ്റി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. യെസ്, ആദ്യം ചായ കുടി, പിന്നെ അടുത്ത പരിപാടി തണുപ്പത്തെ ഒരു ചായ കുടി. അത് നല്ല ചൂടൻ ചായ. എല്ലാരും മുഖം ഇരിക്കണ്ട, ഇഞ്ചി കടിച്ച മഞ്ചീസ് പോലെ. എന്തേ ഇല്ലല്ലേ, വേണ്ട, റൂമിൽ ചെല്ലല്ലേ, നമ്മൾ നേരെ പോലെ. കോട്ടൊക്കെ എല്ലാം വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ എടുത്ത് വണ്ടിയിൽ ഇട്ടുകൊണ്ടിരുന്നു. ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്, സോ നെവർ റിപ്പീറ്റ് അറ്റ് എനി കോസ്റ്റ്. ഉമ്മച്ചി നമ്മള് അതിന് തീരുമാനിച്ചിട്ടുണ്ടായില്ലല്ലോ ഇങ്ങടാ വന്നേന്ന്. രാത്രി ചർച്ചയൊക്കെ നിർത്തി തീരുമാനിച്ചില്ലേ, ഒന്നില്ലേ ഇങ്ങട് അല്ലെങ്കിൽ മൈസൂർ. നമ്മള് വിചാരിച്ചു 2 സ്ഥലത്ത് തന്നെ അവസ്ഥ. എനിക്ക് തരാനാണ്, അവന് വെച്ചെടുക്കുക, അത് ഞാൻ മേടിച്ചോളാം. ലാസ്റ്റ് കിട്ടുമ്പോൾ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. പാവ തണുക്കണ്ടേ, എന്നാ ചൂടുള്ള കൊടുക്കുക. ഈ സാധനമായി നല്ല തണുപ്പത്ത് ചൂടോടുകൂടി കുറച്ച് മുളക് പൊടി കഴിക്കുമ്പോൾ ഒരു രസം. നൈറ്റ് ലൈഫ് ഉണ്ടെന്നോണല്ലേ. നൈറ്റ് ലൈഫ് അധികം നേരം ഉണ്ടാവില്ല അവിടെ. 8-9 മണി വരെ. ഇപ്പൊ തന്നെ തണുത്ത് വിറച്ചു തുടങ്ങി. ഇപ്പൊ 8-9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടാവും ആൾക്കാർ? തണുപ്പുണ്ടാ? എങ്ങനെ തണുപ്പുണ്ടാവും? എങ്ങനെയുണ്ട് വാച്ചി കടിച്ചോളാം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇതാ. കഴിച്ചു കേട്ടാ, ആവശ്യം കടിക്കാം. ഇതാണ് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോകുന്ന വഴി. ഓഫ് റോഡിങ് ആണ്. ഓഫ് റോഡിങ് അല്ല, നല്ല റോഡാണ്, ഭയങ്കര ഇറക്കമുണ്ട്. അപ്പൊ നമ്മളുടെ ഹോം സ്റ്റേയുടെ അടുത്തെത്തി. ഇതാണ് ആ വഴി. ഫുൾ മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ്, ഫുള്ള് കൊടയല്ല കോട. ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോം സ്റ്റേ. ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിൻ്റെ അടിയിലാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. ഇവിടെ വേണം പാർക്ക് ചെയ്യാനായിട്ട്. ഓഫ്,
വാപ്പച്ചി പിന്നെ സകലകലാ വല്ലഭനായതുകൊണ്ട് കുഴപ്പമില്ല. തട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കണത്, തട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കണത്. നോക്കി 8 മണിയായി. പക്ഷേ നമ്മുടെ നാട്ടിൽ 8 മണി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ കൊടൈക്കനാൽ 8 മണി എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത് വിറങ്ങലിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബൺ പൊറോട്ട ഞങ്ങൾ കണ്ടെത്തിയ ഇവിടെ നിറയെ പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയ ബൺ പൊറോട്ട. സാധാരണ ഞങ്ങൾ വീട്ടിൽ പൊറോട്ടയൊന്നും അധികം വാങ്ങിക്കാറില്ല. ഇതിപ്പോൾ ടൂറായതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ സാധനം കഴിച്ച് തേക്കാൻ ഭയങ്കര പാടായി. ഞങ്ങളുടെ നൈറ്റിലെ ഡോറ് തുറന്നു കഴിയുമ്പോഴുള്ള സംഭവം കണ്ടോ? എന്താ പൊന്നോ, ഇത് ഒരു 1.5 പീസുണ്ടോ? വേണ്ട ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ഈ ലൈറ്റൊക്കെ വീണ് ഭയങ്കര രസമായിട്ട്. പൊട്ടിച്ചാ എല്ലാവരും കട്ട് ചെയ്ത് ഓരോ പീസ് കറക്റ്റായിട്ട്. എന്താ വലിയ പീസും ചെറിയ പീസ് എണ്ണം നോക്കണതാണ്, തൂക്കം നോക്കണതാണ്. തൂക്കം നോക്കണതാണ്. എടുത്തടാ നീ കൈ വെച്ചെടുത്തോ. എടുക്കടാ. എന്റെ പൊന്നെ, കോഴിക്കാലിന് കണക്ക് പറയണോ? എന്തിനാണ് ഇങ്ങനെ കണക്ക് പറയണേ? കണക്ക് പറയല്ല, കാർന്നൊരു ഒരാളുണ്ട്, അപ്പൊ ആൾക്ക് വലുത് കൊടുക്കും. എനിക്ക് ചെറുതായിട്ട് മതി, ഞാൻ കഴിച്ചോളാം. അങ്ങനെയല്ല, നാളെ ഇവരൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്റെ അടുത്ത് കണക്ക് പറയും. പാപ്പിച്ചെന്ന് ഞങ്ങൾക്ക് ചെറിയ പീസ് വന്നേന്ന്. ഇതിവിടെ സ്ഥിരം പല്ലവിയാണ്. അപ്പൊ ആര് ചെരുപ്പിട്ടാണ്? നമ്മൾ വന്ന് കയറിയപ്പോ വാവായിരുന്നു. നമ്മളെ റൂമില് ഒക്കെ നീറ്റാക്കി വെച്ച് കുടഞ്ഞ് വിരിച്ച് അവളെല്ലാം അപ്പൊ അങ്ങനെ. പക്ഷെ അതൊക്കെ വേറെ കാര്യം. അതൊക്കെ അവള് നീറ്റാക്കിട്ടാ വെച്ചേക്കണം അല്ലേ ഓവേ? അത് കൺഗ്രാറ്റ്സ് ചെയ്യണം. കൺഗ്രാറ്റ്സ് ഓവേ, കൺഗ്രാറ്റ്സ്. ഓക്കെ. നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളൊക്കെ വേറെ ചവറ് പോലെ വന്ന് നേരെ കയറി ഒരുത്തൻ മൊബൈലും കൊണ്ട് പോയി, വേറെ ഒരുത്തൻ അവിടെ മൂടി പോയിച്ച് കിടക്കണം. ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ. ഒരു കേസ് എന്ന് വെച്ചാൽ നാളെ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്ലാനിങ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നൈറ്റ് ഉറങ്ങാല്ലേ? ഓക്കെ. തണുപ്പുണ്ടോ? ഉണ്ടാ ചൂടെടുത്തിട്ട് നിക്കാൻ പാടില്ല എനിക്ക്. അവിടെ ഒരാൾ മിണ്ടാണ്ടിരുന്ന് മുലയ്ക്ക് പോയിരുന്നായിരിക്കുന്നുണ്ട്. നിനക്ക് തിരക്കുള്ളടാ? നിനക്ക് തിരക്കുള്ളതെന്നുള്ള പറഞ്ഞിട്ടെ. എന്നിട്ട് പേപ്പറിലുണ്ടായില്ല? അല്ല, ഇന്ന് അവൻ തണുക്കുള്ളന്ന് ഇന്നത്തെ പേപ്പറിലുണ്ടായില്ല. കാശ്മീർ പ്ലാൻ ചെയ്തപ്പോ തന്നെ പറഞ്ഞു ടിക്കറ്റ് എടുക്കണമെങ്കിൽ കൂടെ 2 പേരാണ്. അന്ന് പ്രീവിയസ് ഇയർ എടുക്കാൻ പറഞ്ഞു, ഒന്നും എടുത്തില്ല. ലാസ്റ്റ് നിമിഷത്തിൽ 2 പേര് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് അപ്രൂവൽ ആവാണെന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകും. നമ്മൾ മിക്കവാറും നമ്മൾ പോവും അടുത്ത് തന്നെ കാശ്മീർ ട്രിപ്പ്. ഒരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും. ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ വേറെ വൈബാണോ? ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ മാത്രം വേറെ വൈബ്, ഞങ്ങളായിട്ട് പോകുമ്പോൾ വേറെ വൈബ്. എന്ത് വൈബാണ് അത്? ഞങ്ങള് കാരണന്മാരുടെ വൈബായിട്ടാണോ? ഇവിടെ ഒന്നും പറയല്ല, വായ പറഞ്ഞ ഇല്ലടാ. സത്യല്ലേ? നോണേ പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് കഴിക്കല് കഴിഞ്ഞ് ഈ തണുപ്പത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി കുറെ കഥയൊക്കെ പറഞ്ഞ് ഒന്നും നടക്കാനൊക്കെ ഇറങ്ങി. ഈ നടക്കാൻ ഇറങ്ങുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ പുറത്ത് പൂരി ഇട്ടാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ ഇറങ്ങുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഊട്ടിയിലെ എപ്പിസോഡ് കൊടൈക്കനാൽ എപ്പിസോഡ് തുടരും. ഇന്ന് നമ്മൾ റീഡിംഗ് ബുക്ക് എടുത്താൽ എല്ലാവരും ഓർമ്മിച്ചിരുന്ന് റീഡിങ് ചെയ്ത് അങ്ങനെ സംസാരിച്ച് ചിരിച്ചിട്ട് ബുക്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ റീഡ് ചെയ്യാൻ? എന്തൊക്കെ എടുത്താണ്? ഒരു ബുക്ക് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോപ്പി. ഇപ്പൊ വാവ ഇന്ന് റീഡിംഗ് ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ നടക്കാനിറങ്ങും. അപ്പൊ നമ്മൾ ടു ബി കണ്ടിന്യൂഡ്.